സോമൻ പിള്ളയെ ബ്രെയിൻ വാഷ് ചെയ്ത് ലൈലയെ മനീഷിൽ നിന്നും അകറ്റാനുള്ള പരിപാടിയാണ് ചന്ദ്രിക ചെയ്യുന്നതെന്ന് തങ്കപ്പനാശാരി മനീഷിനോട് പറയുന്നു. നന്ദന പനക്കിലേതാണെങ്കിൽ ഒരിക്കലും കുടുംബജീവിതം ഉണ്ടാവില്ലെന്ന് തങ്കപ്പനാശാരി കാർത്തികയോട്. ഉദയന്റെ ജീവൻ രക്ഷപ്പെടണമെങ്കിൽ നന്ദനയ്ക്കുള്ള വിഹിതം കൊടുത്ത് കുന്നത്തൂരിൽ നിന്നും പറഞ്ഞു വിടണമെന്നും തങ്കപ്പനാശാരി പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മുഖംമൂടി വെച്ച് വന്ന കള്ളനെപ്പറ്റി ചർച്ച ചെയ്യുന്ന കാർത്തികയും മഹേഷും. മുഖംമൂടി വെച്ച് വന്ന കള്ളൻ മനീഷാണെന്ന് കാർത്തിക മനീഷിനോട് പറയുന്നു. ഇനി തുടർന്ന് കാണുക. മുഖംമൂടി വെച്ച് ഇവിടെ ഒരാൾ വന്നു എന്ന് പറഞ്ഞത് സത്യമാണോ? ഞാൻ കണ്ടുന്ന്. എങ്കിൽ സംശയം വേണ്ട, അത് അവനായിരിക്കും. ആര്? ഹരിപ്രസാദ്. അല്ലാതിപ്പോ ആരാ? നന്ദന പറഞ്ഞിട്ട് വന്നതാ. അവർക്ക് പകൽ സമയത്തും തമ്മിൽ കാണാം. ഉദയേട്ടനും പ്രശ്നമില്ല. പിന്നെ അവന് രാത്രിയിൽ മതിൽ ചാടി വരണോ? ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണോ അറിയാൻ? കട്ട് തിന്നുന്നതിനെ രുചി കൂടും. അങ്ങനെയാണെങ്കിലേ ഹരിപ്രസാദിനെ ഞാൻ ഇവിടെ ഇട്ട് പിടികൂടും. രാത്രി കാവലിരുന്ന് പിടികൂടും. എന്നിട്ട് നന്ദനെ വിളിക്കും, ഭർത്താവിനെയും വിളിച്ചുണർത്തും. പിന്നെ പരസ്യ വിചാരണയായിരിക്കും. നിന്ന് വിയർക്കും നന്ദന. രാത്രി തന്നെ ഉദയവർമ്മ അവളെ ഗെറ്റ് ഔട്ട് അടിക്കും. മനീഷ് വിചാരിക്കുന്നൊരു പാർട്ടി അല്ല അവള്. അങ്ങനെ ഒരു സന്ദർഭം വന്നാലേ ഇയാള് ചോദിക്കുന്നതിന് മുമ്പ് അവൾ ഉദയേട്ടനോട് എല്ലാം വെളിപ്പെടുത്തും. കരയും, കുമ്പസാരം നടത്തും. അതോടെ ആ മഹാത്മാവ് ഫ്ലാറ്റ്. ഹരിപ്രസാദും കൂടെ ഇവിടെ താമസിച്ചോളെന്ന് പറയാനും ഒരു മടിയില്ല. അങ്ങനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ചെയ്യാനുണ്ട്. അങ്ങനെ വീണ്ടും വീണ്ടും മുഖത്തടിച്ചിട്ട് വാഴാൻ സമ്മതിക്കരുത് നന്ദനെ. തീർത്ത് കളയണം. തീർത്ത് കളയാന്ന് വെച്ചാ? കൊല്ലണം. കൊല്ലാനോ? അതീവ രഹസ്യമായി തട്ടിക്കളയണം. അത് മനീഷിന്റെ ദൗത്യം. എന്റെയോ? ഒത്തിരി കണക്കുകൾ ഉണ്ടെന്നല്ലേ പറയുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് തീർക്കാനുള്ള അവസരമാണ്. നന്ദനെ ഇല്ലാതായ പിന്നെ മനീഷിന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. എന്റെ സഹായങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണ്ടി കൊല്ലാൻ നടക്കുമല്ലേ ഞാൻ? നന്ദനെ വകവരുത്തുമെന്ന് മനീഷ് എനിക്ക് വാക്ക് തന്നതാ. എപ്പോഴോ കലി കയറിയപ്പോ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് അതൊന്നും ശരിയാവില്ല. ശരിയാവണം, അല്ലെങ്കിൽ പണിയാവും. അതെന്താ ഒരു ഭീഷണിയുടെ സ്റ്റൈല്? അതും മനീഷിന്റെ അടുത്ത്. ഭീഷണിയാണെന്ന് വെച്ചോ. ഒരു മിനിറ്റ്. ശ്രദ്ധിച്ച് കേക്കണേ. അവളെ വകവരുത്താൻ വരെ ഞാൻ തയ്യാറാ. മനീഷേ, നന്ദനെ കൊല്ലാനും എനിക്ക് മടിയില്ലെന്ന്. ഭീഷണിയുടെ അർത്ഥം മനസ്സിലായല്ലോ. ഇനി ദൗത്യം ഏറ്റല്ലേ പറ്റൂ. ഇത് ചീറ്റിംഗ് ആണ്. ആയിക്കോട്ടെ. കൊലപാതകം നടത്തുമെന്നുള്ള പ്രതിജ്ഞയേക്കാൾ വലിയ കുറ്റമൊന്നും അല്ല ചീറ്റിംഗ്. ആ ഫോണിൽ തന്നെ തരാൻ. ഇത് തന്നിട്ടും കാര്യമില്ല മനീഷേ. വേറെ കോപ്പി ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. ഒരു ചൂണ്ട എന്റെ കയ്യിലും ഇരിക്കട്ടോ. ആലോചിക്ക് എന്ത് വേണമെന്ന്. ഞാനാണ് ശരിയെന്നും എൻ്റെ നിലപാടുകൾ മാത്രമാണ് ശരിയെന്നുള്ളൊരു വിചാരം എനിക്കുണ്ടായിരുന്നു.
അതൊരു വലിയ തെറ്റിദ്ധാരണയായിരുന്നു. ഞാനല്ല ശരി, എന്റെ നിലപാടുകളല്ല ശരി. അങ്ങനെയല്ല ഉദയ. ഓരോ വ്യക്തിക്കും അയാളുടേതായ ശരികളുണ്ട്. എന്നാൽ അതുമാത്രമല്ല ശരി, മറ്റുള്ളവർക്കും ശരികളുണ്ട്. അതായത് ആപേക്ഷികമാണ്. അതാണ് ഫാക്ട്. കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? അറിയില്ല. തെറ്റും ശരിയും വേർതിരിച്ച് കാണാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ജെ പി ഞാൻ. എന്റെ മനസ്സിലിപ്പ് വന്നെന്നറിയുന്നത് കുറ്റബോധ, ഗിൽറ്റി കോൺഷ്യസ്. ഉന്നത്തൂർ ഉദയവർമ്മ, എന്തൊക്കെയാ അയാൾക്ക് ക്യാപ്ഷൻസ്. നാടകകലയുടെ രസവും രസതന്ത്രവും തൊട്ടറിഞ്ഞ പ്രതിഭാശാലി, അരങ്ങിലെ അത്ഭുതം, ഏത് മഹാസദസ്സിനെയും വിരൽത്തുമ്പിന്റെ ഒരു ചലനം കൊണ്ട് പിടിച്ചിരുത്താൻ കഴിയുന്ന നടന വിസ്മയം, മുമ്പിലുള്ള മുഴുവൻ പ്രേക്ഷകനെയും ഒരു നോട്ടം കൊണ്ട് നിശബ്ദനാക്കാൻ കഴിയുന്ന ബോൺ ആക്ടർ. വിശേഷണങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട്. അട്ടർ നോൺസെൻസ്. ഒന്നുമല്ല ഉദയവർമ്മ. ഒന്നിനെയും ചോദ്യം ചെയ്യാൻ നാവില്ലാത്ത നിസ്സംഗരായ കുറെ പ്രേക്ഷകർ. അവരുടെ മുമ്പിൽ നടത്തുന്ന വെറും പൊങ്ങച്ച പ്രകടനം അഭിനയമാണ് പോലും. കർട്ടൻ വീഴുമ്പോൾ ഒരു അനുഷ്ഠാനം പോലെ എല്ലാവരും കൈയടിക്കും. ചിലർ ഗ്രീൻ റൂമിൽ വന്ന് കൈതരും. ഒക്കെ വെറും വഴിപാടുകളാ, അർത്ഥമില്ലാത്ത ആചാരങ്ങൾ. എന്നെ പോലെയുള്ള വിഡ്ഢികൾ അപ്പൊ വിചാരിക്കും നമ്മളെന്തോ വലിയ സംഭവമാണെന്ന്. നത്തിങ്. മനസ്സിന് ബലം നഷ്ടപ്പെട്ടു നിൽക്കുന്നത് കൊണ്ട് ഉദയന് തോന്നുന്നതാണത്. ജെ പി പറഞ്ഞതൊരു കാര്യമുണ്ട്. മനസ്സിന്റെ ബലം, അതാണ് വേണ്ടത്. ആ ബലം എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു. ജെ പിക്ക് അറിയോ, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടാവാൻ കാരണക്കാരൻ ഞാനാ. എന്റെ പിടിപ്പേടാ. നോ ഉദയൻ, അത് നിങ്ങളുടെ ഹൃദയശുദ്ധി കൊണ്ട് തോന്നുന്നതാ. ഒരുപാട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാ അമ്മ വീട് വിട്ടുപോയത്. ഉദയനോളം അല്ലെങ്കിൽ അതിലുപരി ഉത്തരവാദിത്തം അക്കാര്യത്തിൽ യതീന്ദ്രനുണ്ട്, അയാളുടെ വൈഫിനുണ്ട്. പക്ഷെ അവർക്കാർക്കും കുറ്റബോധം പോയിട്ട് മനസ്താപം പോലുമില്ല. ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്ന കാരണങ്ങളാ. സ്വയം ന്യായീകരിക്കാനായി തപ്പിപ്പിറക്കി കൊണ്ടുവരുന്ന ചില നുറുങ്ങുകൾ. കുറഞ്ഞ പക്ഷം നമ്മൾ നമ്മളെയെങ്കിലും ന്യായീകരിക്കണം. അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും? അമ്മ മരിച്ചു, ആ സത്യത്തെ ഉൾക്കൊള്ളുക. അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അമ്മ മരിച്ചു എന്നുള്ള സത്യം ഉൾക്കൊണ്ടതുകൊണ്ടാ ബലിതർപ്പണം നടത്തിയത്. പക്ഷെ അതോടെ ഞാൻ അനാഥനായതുള്ള സത്യം അവശേഷിക്കുന്നു. അനാഥനോ? ഉദയൻ എന്താ ഈ പറയുന്നത്? നന്ദനയുടെ കാര്യം മറക്കുകയാണോ ഉദയൻ? നന്ദന എന്റെ ഭാര്യയാണ്. നഷ്ടമായത് അമ്മയാ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യമായ അമ്മയുടെ നഷ്ടം നികത്താൻ ഭാര്യയ്ക്കാവില്ല. വല്യമ്മാവൻ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആരും ആർക്കും പകരമാവില്ല. ഒരു വലിയ സത്യം. ഒരു നടൻ വന്നില്ലെങ്കിൽ പകരം മറ്റൊരാൾക്ക് കയറി അഭിനയിക്കാം. അത് ചിലപ്പം കൂടുതൽ നന്നായേക്കാം. പക്ഷെ ജീവിതം, അതിൽ പകരം വെക്കലുകളില്ല. ജെപിക്കറിയണോ,
എൻ്റെ അച്ഛൻ വളരെ റിസർവ്ഡായിരുന്നു. ഒരുപക്ഷെ ആ ക്യാരക്ടറാവാണ് എനിക്ക് കിട്ടിയത്. കുട്ടിക്കാലത്ത് അമ്മയായിരുന്നു എനിക്കെല്ലാം. ആ കൈ പിടിച്ച ഞാൻ പിച്ച വെച്ചത്. ആ ചൂണ്ടുവിരൽ തുമ്പിലൂടെയാ ഞാൻ ലോകം കണ്ടത്. ആ അമ്മയ്ക്ക് ഒരു തരി അരി കൊണ്ട് വായിക്കരിടാൻ പോലും അവസരം കിട്ടാതെ. ഉദയൻ ഇങ്ങനെ ഇമോഷണൽ ആയാലോ? നന്ദനെ ആശ്വസിപ്പിക്കേണ്ട ആളാ, അത് മറക്കണ്ട. നഷ്ടപ്പെടലിന്റെ സങ്കടം ഒരുപക്ഷെ എന്നേക്കാൾ അനുഭവിക്കുന്നത് നന്ദനയാ. അമ്മയുമായി അത്രയ്ക്കൊരു ആത്മബന്ധം അയാൾക്കുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പോയ ശേഷം ആകെ 2-3 തവണ അമ്മ ഫോൺ ചെയ്തിട്ടുള്ളൂ. അത് എന്നോടോ യതീന്ദ്രനോട് സംസാരിക്കാൻ വേണ്ടിയായിരുന്നില്ല, നന്ദനോട് സംസാരിക്കാനായിരുന്നു. അപ്പോ ഉദയൻ അറിയാം അയാൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്. അറിയാം. അമ്മയുടെ മനസ്സിലേക്ക് ഞാൻ സ്നേഹത്തിന്റെ ഒരു പാലോട്ടത് നന്ദനെ കണ്ടുപിടിച്ചിട്ടാ. അതാണ് സത്യം. എന്നിട്ടാണോ താനിങ്ങനെ തളരുന്നത്? ഇത് കണ്ട നന്ദന പതറിപ്പോവില്ലേ? ഉദയ, ഇറ്റ്സ് ഓക്കെ. ഐ എം ഓൾ റൈറ്റ്. ഐ എം ഓൾ റൈറ്റ് ജിപ്പി. കഴിക്കാൻ എടുത്തു വെക്കട്ടെ? ഞാൻ കഴിച്ചു. കുടിക്കാൻ വെള്ളം റൂമിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ തണുത്ത് കാണും. ഒന്നുകൂടെ തിളപ്പിച്ചു വെക്കണോ? വേണ്ട. അയ്യോ, എന്താ? വെള്ളം കുടിക്കുന്ന എന്തിനാ? ഉദയേട്ടൻ കഴിക്കാനിരിക്കല്ലേ? വേണ്ട. ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ എടുത്താണെങ്കിൽ ചൂടാറിയിട്ടില്ല, കാസറോളി വെച്ചിരിക്കുക. ഞാൻ കഴിക്കുന്നില്ല. അല്ല, ഇഡലി വേണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ട്. ഒന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇത് കുറെ കഷ്ടം ഉദയേട്ടാ. മറ്റാർക്ക് വേണ്ടിയാ ഇവിടെ ഞാനിപ്പോ ആഹാരം ഉണ്ടാക്കുന്നത്? നന്ദനും ബാംഗ്ലൂരിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ചോറോ കറിയോ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒരു കഷ്ണം ബ്രെഡ് ആണെങ്കിലും പ്രശ്നമില്ല. ഉദയേട്ടൻ ഇന്നലെ രാത്രിയിലും ഒന്നും കഴിച്ചില്ല. വിശപ്പ് തോന്നാത്തോണ്ടാ? കുറച്ചെങ്കിലും കഴിക്കാതിരുന്നാ ഉള്ള വിശപ്പൂടി ഇല്ലാതാവും. ഞാൻ രാവിലെ ഒരു ചായ മാത്രം കുടിച്ചിട്ട് നിൽക്കുക. ഉദയേട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. എനിക്ക് വേണ്ടി കാത്തു നിൽക്കണ്ടെന്ന് അറിയില്ലേ?
കഴിക്കാൻ സമയമാകുമ്പോൾ കഴിക്കണം. വീട്ടിൽ ആണുങ്ങൾ ഉള്ളപ്പോഴോ? ഞാനങ്ങനെ ശീലിച്ചിട്ടില്ല. ഉദയേട്ടനിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടോ? അത് പറ. ഇല്ലെങ്കിൽ എനിക്കും ഇന്ന് രാവിലെ ഒന്നും വേണ്ട. അത്ര കൊള്ളില്ലല്ലോ. എല്ലാം എടുത്ത് വെച്ചേക്കട്ടെ, പിന്നെ എടുത്ത് പശുവിന് കൊടുക്കാം. ഇത് വല്ലാത്ത ബുദ്ധിമുട്ടായല്ലോ. എന്താ കഴിക്കുന്നത്? ചപ്പാത്തി എടുക്കണോ? ഞാൻ എടുത്തോളാം. ചായ ഇടട്ടെ അതോ കാപ്പിയാണോ? ഒന്നും വേണ്ട. ഞാൻ കഴിച്ചോളാം. ഞാൻ പോവാ. തുണി നനയ്ക്കാനുണ്ട്. ഉദയേട്ടന്റെ ഷർട്ട് കഴുകാനില്ലേ? അതൊക്കെ ഞാൻ വാഷ് ചെയ്തിട്ടും. നന്ദന വീട്ടിലില്ലാത്തപ്പോ ഉദയേട്ടന്റെ ഡ്രസ്സ് കഴുകി തരുന്നത് എനിക്കത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഞാൻ പറയുന്നത് ചെയ്യുന്ന ഒന്നും ഇഷ്ടമല്ല. എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കും. എന്നാ പിന്നെ പറയാനുള്ളത് മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്ന എന്തിനാ? അതുകൊണ്ട് ഞാൻ പറയാൻ പോവാ. മനപ്രയാസം കൊണ്ട് നടക്കുന്നത് ഏറ്റവും കുഴപ്പം പിടിച്ച കാര്യമാ. ഉറക്കം കുറയും, BP കൂടും, ഇല്ലാത്ത അസുഖങ്ങളൊക്കെ പിടികൂടും. എപ്പോഴും ദേഷ്യമായിരിക്കും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കാർത്തികയ്ക്ക് മനപ്രയാസം ഉണ്ടെങ്കിൽ ഉള്ളുകൊണ്ട് നടക്കണ്ട. യതീന്ദ്രനെ വിളിച്ച് സംസാരിച്ചൂടെ? അയ്യോ, എനിക്കല്ല പ്രശ്നം. ഉദയേട്ടന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കറിയാം എന്തൊക്കെയോ വിഷമങ്ങള് ഉള്ളില് പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് നടക്കുക. ഉള്ളിലുള്ളത് ആരോടെങ്കിലും പറയുന്ന സ്വഭാവം പണ്ടേ ഇല്ലല്ലോ. ഇപ്പോഴത്തെ ടെൻഷന്റെ കാരണം എനിക്ക് മനസ്സിലായി. നന്ദന് സ്ഥലത്തില്ലാത്തതാ പ്രശ്നം. എത്ര ദിവസമായി നന്ദന ബാംഗ്ലൂരിലേക്ക് പോയിട്ട്? കടയിലേക്ക് ആവശ്യമുള്ള തുണിക്ക് ഓർഡർ കൊടുക്കാൻ വേണ്ടിയല്ലേ, അല്ലാതെ മില്ലിൽ ചെന്ന് തുണി ഉണ്ടാക്കാനൊന്നും അല്ലല്ലോ പോയത്. അപ്പോഴെന്താ കിട്ടിയ അവസരം മുതലെടുക്കുക. അതാ ഇപ്പൊ നന്ദന ചെയ്യുന്നത്. ഇന്ന് പോയി പർച്ചേസ് കഴിഞ്ഞാ നാളെ തിരിച്ചു വരാവുന്ന കാര്യമുള്ളൂ. അപ്പോ കമ്പനിയുടെ ചെലവിൽ അടിച്ചു പൊളിക്കാൻ പറ്റില്ലല്ലോ. ഓ, അത്രയ്ക്കൊന്നും ഞാൻ ആലോചിച്ചില്ല. ആലോചിക്കണ ഉദയേട്ടാ. സ്റ്റാർ ഹോട്ടലിൽ താമസം, ആഡംബര ശാപ്പാട്, സിനിമ. ബാംഗ്ലൂർ സിറ്റി അല്ലേ? ഞാൻ പോയിട്ടുണ്ട് എതിയേട്ടന്റെ കൂടെ. നമ്മുടെ കമ്പനിയുടെ കെയർ ഓഫിൽ ചില റിഡക്ഷൻ ഒക്കെ കിട്ടുമെങ്കിലും നല്ലൊരു തുക പോയി കിട്ടും. അതൊക്കെ ശരിയാ. നന്ദനയ്ക്ക് ഇത്ര അധികാര സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല ഉദയേട്ടാ. ഉദയേട്ടൻ വിളിച്ച് ചോദിക്കണം അവിടെ എന്താ ഇത്ര താമസമെന്ന്. ചോദിക്കാനും പറയാനും ആളില്ലെങ്കിലേ അതിരുവിടാൻ തോന്നും. അങ്ങനെ അതിരുവിട്ടാണ് പിന്നെ കൈവിട്ടു പോകുന്നത്. ഇതൊക്കെ ഉദയേട്ടന് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. ഒടുവിൽ കണക്ക് വരുമ്പോ ചെലവുകളെല്ലാം കുന്നത്തൂരെ ബിസിനസിന്റെ കണക്കിലേക്കല്ലേ പോവുക. ശരിയാണ് കാർത്തിക പറഞ്ഞത്. ബാംഗ്ലൂരിലെ ജീവിതം പൊതുവെ കോസ്റ്റ്ലിയാ. ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചില്ല. ആലോചിക്കണം ഉദയേട്ടാ. പക്ഷേ നന്ദൻ ആലോചിച്ചു. കുന്നത്തൂർ ടെക്സ്റ്റൈൽസിന്റെ കെയർ ഓഫിൽ ലക്ഷറിയായി ഇത്രയും ദിവസം താമസിക്കുന്നത് ശരിയല്ലെന്ന് അയാൾക്കറിയാം. അതുകൊണ്ടാണ് നല്ലൊരു ഹോസ്റ്റലിൽ പേയിങ് ഗസ്റ്റായിട്ട് മതി താമസമെന്ന് അയാൾ തീരുമാനിച്ചത്. അതെ, ശ്രീരാമകൃഷ്ണാശ്രമത്തിന്റെ മന്ദിരത്തിൽ പേയിങ് ഗസ്റ്റായിട്ടാണ് ബാംഗ്ലൂരിൽ നന്ദന ഈ ദിവസങ്ങളിൽ താമസിക്കുന്നത്. ഭേദപ്പെട്ട ഒരു ഹോട്ടലിലെ ഒരു ദിവസത്തെ റെന്റേ വരൂ അവിടുത്തെ ഒരാഴ്ചത്തെ ചെലവിന്.
മണ്ടിയാണ് അയാൾ അല്ലേ?